കൂടുതൽ ആമുഖം പറയാൻ സമയമില്ല. പരീക്ഷയുടെ ഒരു കാലമായതുകൊണ്ട് അധികം നീട്ടിക്കൊണ്ടുപോകാനും പറ്റില്ല. അതുകൊണ്ട് എത്രയും വേഗം കഥ പറയുക, എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, ഒരു ഉമ്മ മകനോട് വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുമ്പോൾ, വിവാഹത്തിന്റെ പ്രായമായി, എന്താണ് വിവാഹം കഴിക്കാത്തത്, ഒരു വിവാഹമൊക്കെ വേണ്ടേ മോനെ എന്ന് ഏതൊരു ഉമ്മമാരും സ്വന്തം മക്കളോട് ചോദിക്കുന്നത് പോലെ ഈ മകനോടും ചോദിച്ചപ്പോഴ് മകന്റെ മറുപടി, ഉമ്മ എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് വിവാഹം വേണ്ട. എന്താണതിന്റെ കാര്യം? വിവാഹം കഴിച്ചാൽ നമ്മൾ ഒരു ഭാര്യ ഭർത്താവിനെ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ സ്വീകരിക്കുന്നത് പരസ്പര വിശ്വാസത്തിലും ധാരണയിലുമാണല്ലോ. അതുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. അത് കാരണം എനിക്ക് വിവാഹം വേണ്ട, അത്തരം പെണ്ണുങ്ങളെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ ഒരു സംഭവം ഈ മകൻ ഉമ്മയോട് പറയുകയാണ്. എന്താണ് കാര്യം? ആ കാലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, വളരെയധികം അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, അതിനെ കല്യാണം കഴിച്ചു. പക്ഷെ ചുരുങ്ങിയ കാലങ്ങളെ അവർക്ക് ജീവിക്കാൻ സാധിച്ചുള്ളൂ. ഈ പെൺകുട്ടി വളരെ സുന്ദരിയാണ്, സുശീലയാണ്, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ആകർഷക സൗന്ദര്യത്തിന്റെ ഉടമയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും ദാമ്പത്യ ജീവിതം ആരംഭിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്ക് ആ പെണ്ണിന് മാരകമായ രോഗം ബാധിച്ച് അത് മരണപ്പെട്ടു പോയി. ഈ ചെറുപ്പക്കാരൻ അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അത്രയധികം അവളെ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു. അവളില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ ഈ പെണ്ണിനെ ഖബർ അടക്കി, ആ ഖബറിന്റെ പുറത്തിങ്ങനെ വേദനയോടുകൂടി, വേപതുവോടുകൂടി, വിഷമത്തോടുകൂടി, എന്റെ പ്രിയപ്പെട്ടവളെ എന്ന വിലാപത്തോടുകൂടി ആ ഖബറിസ്ഥാനിൽ തന്നെ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം ഒരു വൃദ്ധന്റെ രൂപത്തിൽ വരിക, ഒരു യാത്രക്കാരന്റെ രൂപത്തിൽ വരികയാണ്. ഇത് ഈസാ നബി അലൈഹിസ്സലാമാണ് എന്ന് ഈ കരയുന്ന മണവാളൻ അറിയില്ല. തന്റെ വിഷമം പറഞ്ഞു, സങ്കടം പറഞ്ഞു. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമിനിക്ക് എന്ത് കഴിയും? മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിയും. എത്രയോ ആളുകളെ ജീവിപ്പിച്ചിട്ടുണ്ട്, വെള്ളപ്പാണ്ട് മാറ്റിയിട്ടുണ്ട്, വലിയ വലിയ അസുഖങ്ങൾ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ട, നിന്റെ ഭാര്യയെ ഞാൻ ജീവിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ആ ഖബറിലേക്ക് വിരൽ ചൂണ്ടി, ആ ഖബറിന്റെ മണ്ണൊക്കെ നീക്കാൻ പറഞ്ഞിട്ട് ആ മയ്യത്തിനെ വിരൽ ചൂണ്ടിയിട്ട് മഹാനവറുകൾ പറയുന്നു, കുംബി ഇതിനില്ല, എഴുന്നേൽക്കണം, അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി എഴുന്നേൽക്കണം എന്ന് പറഞ്ഞപ്പോഴേക്ക് ആ മരണപ്പെട്ട പെൺകുട്ടി ജീവനോടെ എഴുന്നേറ്റിരിക്കുകയാണ്. ചെറുപ്പക്കാരന് ഇതിനേക്കാൾ വലിയ സന്തോഷമില്ല. പ്രിയപ്പെട്ടവളെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അങ്ങനെ സമാധാനത്തോടുകൂടി അവര് വിവാഹ ജീവിതം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ കഴിയുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം പോയി. ഭാര്യയെ കിട്ടിയ സന്തോഷത്തിൽ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ് അവരാ ഖബർസ്ഥാനിന്റെ അരികിൽ തന്നെ ഇരിക്കുകയാണ്. അത്രയും ആഹ്ലാദമാണ്. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഈ ഭർത്താവിന് ക്ഷീണം വന്ന് ഭാര്യന്റെ മടിയിൽ തലവെച്ച് ഉറങ്ങിപ്പോയി, അഗാധമായ നിദ്രയിൽ ലയിക്കുകയാണ്. ഈ സമയത്താണ് പ്രിയപ്പെട്ടവരെ ആ വഴിയിൽ ഒരു സുന്ദരനായ രാജകുമാരൻ കുതിരപ്പുറത്ത് വരുന്നത്. അദ്ദേഹത്തിന് ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ വല്ലാത്ത ഒരു താല്പര്യം, ഇവളെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാം എന്നൊരു മോഹം. അപ്പൊ രാജകുമാരൻ പറഞ്ഞു, എന്റെ കൂടെ പോരൂ, എന്നെ ഞാൻ രാജ്ഞിയാക്കാം. അപ്പൊ പെൺകുട്ടി പറഞ്ഞു, ഞാൻ പോരില്ല, ഇത് എന്റെ ഭർത്താവാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്ത് ഭർത്താവ്? അദ്ദേഹം നിനക്ക് യോജിച്ചതാണോ? നീ തന്നെ ഒന്ന് നോക്ക്, നീ എത്ര വെളുത്ത സുന്ദരിയാണ്, സുന്ദരി കുട്ടിയല്ലേ? അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കൂ, മറ്റൊരാൾ നോക്കുമോ എന്തൊരു വൈരൂപ്യം നിറഞ്ഞ മുഖമാണ് എന്ന് ആ പുതിയാപ്പിളയെ ഈ രാജകുമാരൻ ആക്ഷേപിച്ച് പറഞ്ഞപ്പോഴേ ഈ പെണ്ണിന്റെ മനസ്സ് പെട്ടെന്ന് മാറിപ്പോയി. പെണ്ണിന്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടമുണ്ടായി, ചാഞ്ചല്യമുണ്ടായി. രാജകുമാരൻ പിന്നെയും പ്രലോഭിപ്പിച്ചു, എന്റെ കൂടെ പോന്നാൽ നീ കൊട്ടാരത്തിലെ രാജകുമാരിയാണ്, അവിടെ നിനക്ക്
സേവനം ചെയ്യാൻ തോഴിമാരുണ്ട്, ഒരു ജോലിയും ചെയ്യണ്ട, നിനക്ക് വളരെ സുഖമായി കൊട്ടാരത്തിൽ കഴിയാം എന്നിങ്ങനെ നിർബന്ധിച്ചപ്പോഴ് ഈ പെണ്ണ് കഴിഞ്ഞ അവസ്ഥയെല്ലാം മറന്ന്, മരിച്ചത് മറന്ന്, പിന്നെ ജീവിച്ചത് മറന്ന്, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മറന്ന് ഈ രാജകുമാരന്റെ കൂടെ പോകാൻ തയ്യാറാവുകയാണ്. ആ കുതിരപ്പുറത്ത് കയറുന്ന അതേ സമയത്ത് തന്നെ പ്രിയപ്പെട്ടവരെ, താഴെ കിടക്കുന്ന ഭർത്താവ് നെട്ടി ഉണരുകയാണ്. അദ്ദേഹം കാണുന്ന കാഴ്ച എന്താ? തന്റെ പ്രിയപ്പെട്ടവളെ രാജകുമാരൻ കൊണ്ടുപോകരുതേ എന്ന് അദ്ദേഹം കരഞ്ഞു പറഞ്ഞു. ഞാൻ കൊണ്ടുപോകും എന്ന് രാജകുമാരനും പറഞ്ഞു. അവിടെ പിടിവലിയും ബഹളവും, ആകെ ഒരു മോശമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവുകയാണ്. അവസാനം രാജകുമാരൻ ഭീഷണിപ്പെടുത്തി, ഞാൻ എന്റെ പട്ടാളക്കാരെ വിളിച്ചാൽ നിന്നെ ഇപ്പോൾ തന്നെ കൊണ്ടുപോയി ജയിലിലിടും, അതുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരുന്നോ എന്ന് ഭീഷണിപ്പെടുത്തി. പ്രിയപ്പെട്ടവളെ പോകരുതേ എന്ന ഭർത്താവിന്റെ അപേക്ഷയെല്ലാം ആ പെൺകുട്ടി അവഗണിച്ച് ഇദ്ദേഹത്തിന്റെ കൂടെ പോകാൻ വേണ്ടി വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ, അതാ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വേറെ ഒരു വേഷത്തിലാണ്, വേറെ രൂപത്തിലാണ് വരുന്നത്. നേരത്തെ വന്ന ആളാണ് എന്ന് ആർക്കും അറിയില്ല, മറ്റൊരു രൂപത്തിൽ വരികയാണ്, വേഷം മാറിയിട്ട് വരികയാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു. എന്താണ് നിങ്ങൾ തമ്മിലുള്ള തർക്കം? അങ്ങനെ ഇവര് വിഷയങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്, എന്റെ ഭാര്യയെ ഇയാൾ തട്ടിക്കൊണ്ടു പോവുകയാണ്, ഈ ഭാര്യ മരണപ്പെട്ട് എനിക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും ഒരു മഹാൻ ജീവിപ്പിച്ചു തന്നതാണ്, ആ അവസ്ഥയെല്ലാം മറന്നിട്ട് എന്റെ ഭാര്യയും കൊണ്ട് ഇയാൾ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു തർക്കമായി. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങളുടെ ഭാര്യ മരിച്ചു പോയിട്ട് പിന്നീട് ജീവിച്ചു വന്നോ? ഞങ്ങൾ ആരും അത് വിശ്വസിക്കില്ല. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, എല്ലാവരും വിശ്വസിച്ച് തീരൂ, ഇതാ ഈ ഖബറിലാണ് എന്റെ ഭാര്യ കിടന്നിരുന്നത്. അദ്ദേഹം ഖബർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ വന്ന ഈസാ നബി അലൈഹി സ്വലാം പറയാണ്, എങ്കിൽ നിങ്ങളുടെ ഭാര്യ നല്ല നീളമുണ്ടല്ലോ, ആ ഖബറാണെങ്കിൽ ഒരു ചെറിയ ഖബർ പോലെ തോന്നുന്നല്ലോ, അതൊരു കുട്ടിയുടെ ഖബർ പോലെ തോന്നുന്നല്ലോ, അതുകൊണ്ട് നിങ്ങളെ ഭാര്യയെ, ഈ പറയുന്ന സ്ത്രീയെ ഈ ഖബറിൽ കിടത്താൻ സാധിക്കുമോ? അവൾക്ക് ഈ ഖബറിൽ കിടക്കാൻ സാധിക്കുമോ? അതൊന്ന് നോക്കണമല്ലോ, ഒന്ന് പരീക്ഷിക്കണമല്ലോ, നിങ്ങൾ പറഞ്ഞ സത്യമാണോ എന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ നിർദ്ദേശപ്രകാരം ഈ പെൺകുട്ടി ഈ രാജകുമാരന്റെ കുതിരപ്പുറത്ത് നിറങ്ങി ആ ഖബറിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അത് കിടന്ന അതേ സമയത്ത് തന്നെ അവിടെ ഒരു അത്ഭുതം പോലെ ഖബർ പൂർവ്വസ്ഥിതിയിലാകുന്ന മണ്ണെല്ലാം ഒന്ന് മൂടി പെട്ടെന്ന് അതൊരു ഖബറായി രൂപാന്തരപ്പെടുകയാണ്. പെൺകുട്ടി അതിന്റെ അടിയിൽ പെട്ടുപോയി, അവൾ മരിച്ചുപോയി എന്ന് പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാം പറയുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ഉമ്മയോട് ഈ മകൻ പറയുന്നത്, ഉമ്മാ, എനിക്ക് ഈ ദുനിയാവിൽ ഒരു വിവാഹം വേണ്ട. കാരണം എനിക്ക് പെണ്ണുങ്ങളെ വിശ്വാസമില്ല, അവരവസരം കിട്ടിയാൽ ചിലപ്പോൾ കാലുമാറിയാലോ, അതുകൊണ്ട് എനിക്കൊരു പെണ്ണ് വേണ്ട എന്ന് വിവാഹപ്രായമെത്തിയ ഈ മകൻ ഉമ്മയോട് പറയുമ്പോൾ, അപ്പൊ ഉമ്മ പറയുന്നു, മോനെ, എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയല്ല. പെണ്ണ് എന്ന് പറഞ്ഞാൽ, പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ, സ്വാലിഹത്തായ ഇമ്രത്ത് എന്ന് പറഞ്ഞാൽ അത് വില കൂടിയ ഒരു നിധിയാണ്, മുത്താണ്, രത്നമാണ്, പവിഴമാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. സ്വാലിഹത്തായ ഒരു മർറത്തിനെ കിട്ടുകയാണ്, സൽവൃത്തയായ ഒരു സ്ത്രീയെ കിട്ടുകയാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ വിജയം. അതുണ്ടെങ്കിൽ നിനക്ക് ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടി. അതുകൊണ്ട് നീ പറഞ്ഞ കഥയിലെ പെണ്ണിന്റെ വിശേഷം അതങ്ങോട്ട് മറന്നുകള, എന്നിട്ട് നിനക്ക് ഞാൻ സ്വാലിഹത്തായ ഒരു പെണ്ണിന്റെ കഥ പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, ഭർത്താവിനെ ജീവനക്കാളേറെ സ്നേഹിച്ച, എനിക്ക് ഏറ്റവും വലുത് എന്റെ ഭർത്താവാണ് എന്ന് വിശ്വസിക്കുന്ന, എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടെങ്കിലും ഞാനൊരു ചതിക്കുഴിയിലും വീടില്ല എന്ന് ഉറപ്പിച്ച് ജീവിക്കുന്ന 100,000 ഭാര്യമാർ നമ്മുടെ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് മോനെ. അത്തരത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, അവളുടെ പേരാണ് സൽമ ബീവി. ആ സൽമ ബീവിയുടെ കഥ നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉമ്മ ആ കഥയിലേക്ക് ഈ മകനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ബിസ്മിയും ഹംദും ഉരത്തിടുന്നു, സലവാത്തും സലാമും ഒഴിഞ്ഞിടുന്നു. ഈ മഹനീയ മജ്‌ലിസിൽ ഒരുമിക്കുവാൻ തുണ ചെയ്ത നാഥനെ സ്തുതിച്ചിടുന്നു. ഹംദല്ലില്ല ശുക്രല്ലില്ല കാഫീന ഹുബ്ബക യാ അല്ലാഹ്. ഹംദല്ലില്ല ശുക്രല്ലില്ല റാജീന ഹുബ്ബക യാ അല്ലാഹ്. മഹമൂദിൻ അഫന്ദിത ചരിതവും കേൾക്കി, പ്രജകളിൽ സ്നേഹ
രചിച്ച രാജനെ അറിയ അഴിക്കുന്നു അതിശയഗാഥകളോർക്കി അഴിക്കുന്നു അതിശയഗാഥകളോർക്കി റഹീമായ നാദ തുണയേകണേ ശുക്രുകളോദാം കനിവാകണേ ബിസ്മിയും ഹംദും ഉരത്തിടുന്നു സലവാത്തും സലാമും ഒഴിഞ്ഞിടുന്നു ഈ മഹനീയ മജ്‌ലിസിൽ ഒരുമിക്കുവാൻ തുണ ചെയ്ത നാഥനെ സ്തുതിച്ചിടുന്നു ഹംദല്ലില്ലാ ശുക്റല്ലില്ലാ കാഫീന ഹുബ്ബക യാ